നമസ്കാരം. എക്സാലോജിക്കും CMRലും അതുപോലെ വീണ തൈക്കണ്ടി, പിണറായി വിജയൻ ഇതൊക്കെ ഇന്ന് ഒരു ഹോട്ടായി മാറിയിരിക്കുന്ന ഒരു വാർത്താ പ്രാധാന്യം ഉള്ള, അതും മാത്രമല്ല കേരളം മുഴുവൻ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികൾ വളരെയധികം പ്രക്ഷോഭിതരായിട്ടുള്ള ഒരു മാറ്ററായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം പലരും നമ്മൾ സംസാരിച്ചു, എന്തുകൊണ്ട് ഇതൊരു വിഷയമാണ്, ഒരു ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. സെറ്റിൽമെൻറ്റ് കമ്മീഷനിൽ പോയി ഇൻകം ടാക്സിൽ CMRL കമ്പനി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സർവീസ് കിട്ടിയിട്ടില്ല, ആ സർവീസ് കിട്ടാത്തതിന് വേണ്ടി പേയ്മെൻറ്റ് കൊടുത്തതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരു ന്യായം പല വക്താക്കളും പറയുന്നത്, വളരെ സീനിയറായിട്ടുള്ള പാർട്ടി നേതാക്കന്മാരും, എനിക്ക് തോന്നുന്നു ഈവൻ പഴയ ധനമന്ത്രി വരെ ഒക്കെ പറയുന്നത്, രണ്ട് കമ്പനികൾ തമ്മിലുള്ളൊരു കാര്യം, ആ കമ്പനിയിൽ കൺസൾട്ടൻസി കൊടുത്തു, അതിനുള്ള പണം വാങ്ങിച്ചു, അതിനുള്ള ടാക്സ് അടച്ചു, പിന്നെന്താ നിങ്ങളുടെ പ്രശ്നം? ആ പ്രശ്നം അത് ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റൻ്റ് ആയിട്ടുള്ള BJPയുടെ ഉപാധ്യക്ഷൻ ഷോൺ ജോർജും മറ്റുമൊക്കെ എന്തുകൊണ്ടാണ് അതൊരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഒരു മലയാളിക്ക് അല്ലെങ്കിൽ ഒരു സാധാരണ പൗരന് എന്തുകൊണ്ട് ഇതൊരു കൺസേൺ ആണ്, മാറ്റർ ആണ്, കാരണം പബ്ലിക് മണി ഇൻവോൾവ് ആണ്. അപ്പോൾ എന്തിനാണ് ഈ പണം കൊടുത്തത് എന്നൊക്കെ ഉള്ളത് അവിടെ നിൽക്കട്ടെ. ഇതുവരെ പറഞ്ഞു കേൾക്കാത്ത ഒരു ആംഗിളിനെ പറ്റി ചർച്ച ചെയ്യാനാണ് നമ്മളിന്ന് ഇവിടെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. GST. ഇവിടെ എല്ലാവരും ചെസ്തംപ് ചെയ്യുന്നത്, എല്ലാവരും പറയുന്നത്, നമുക്ക് പണം വാങ്ങിച്ചിട്ടുണ്ട്, അതിനുള്ള സർവീസ് എന്തോ എക്സലും വേർഡും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തു, റീറ്റെയിനറാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള പണം അത് എത്ര എമൗണ്ട് എന്നുള്ളത് ഓരോരുത്തരുടെ ഇതനുസരിച്ചിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ന്യായം നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ ഇൻവോയ്സ് കൊടുത്തിട്ടുണ്ട്, എക്സാലോജിക്കോ വീണ തൈക്കണ്ടിയോ ഒക്കെ ഇൻവോയ്സ് കൊടുത്ത് പണം വാങ്ങിച്ചു, ടാക്സ് കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് വളരെ ഒരു റിസ്കി ആയിട്ടുള്ള, ട്രിക്കി ആയിട്ടുള്ളൊരു പ്രൊവിഷനുണ്ട് ഇൻകം ടാക്സിൽ, GSTയിൽ. ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് വിത്തൗട്ട് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. അപ്പോൾ ഇൻവോയ്സ് കൊടുത്തു എന്നാണ് പറയുന്നത്, GST കളക്ട് ചെയ്തു എന്ന് പറയുന്നു, അത് പേ ചെയ്തു എന്ന് പറയുന്നു, പിന്നെ എന്താ പ്രോബ്ലം എന്ന് ചോദിക്കുന്നു. പ്രോബ്ലം ഉണ്ട്. അത് സെക്ഷൻ 132 പറയുന്നു, ഇഷ്യൂസ് എനി ഇൻവോയ്സ് ഓർ ബിൽ വിത്തൗട്ട് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ഇൻ വയലേഷൻ ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്, ഇൻകം ടാക്സിൻ്റെ ഒരു ക്വാസൈ ജുഡീഷ്യൽ അതോറിറ്റിയുടെ മുന്നിൽ ഇങ്ങനെ ഒരു സർവീസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് CMRലും, അതുപോലെ തന്നെ എക്സാലോജിക്ക് ഇങ്ങനെ ഒരു സർവീസ് കൊടുത്തിട്ടില്ല എന്ന് അവരും പറഞ്ഞതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആക്ച്വൽ സർവീസ് കൊടുക്കാതെ ഇൻവോയ്സ് കൊടുത്തു. ആ ഇൻവോയ്സ് കൊടുത്തപ്പോൾ GSTയുടെ നിയമപ്രകാരം ഒരു ഇല്ലീഗൽ ആക്ട് നടന്നിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കണം, ഈ GSTയുടെ ഇൻവോയ്സ് എന്ന് പറയുന്നത് ഒരു വളരെ പ്രൈമറി ആയിട്ട്, വളരെ ഒരു പ്രിസ്റ്റീനായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആയിട്ടാണ് കാണുന്നത്. പണ്ടൊരു ബില്ല് എഴുതി കൊടുത്തതുപോലല്ല. ഇറ്റ് ബിക്കംസ് എ വെരി വെരി സോളിഡ് സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ചാണ് രാജ്യത്തെ ടാക്സ് പിരിക്കുന്നത്. അപ്പോൾ അതിനെ ഒരു വളരെ എന്താ പറയുന്നത്, അതിൻ്റെ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്. ഈ ഒരു ഒറ്റ പേപ്പർ കൊണ്ടാണ് ഗുഡ്സ് മൂവ് ചെയ്യുന്നത്, ടാക്സിന് റീഫണ്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇൻപുട്ട് ക്രെഡിറ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ റെമിറ്റൻസ് നടത്തുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ്. അപ്പോൾ ഒരു കാര്യവും ചെയ്യാതെ ചുമ്മാ ഒരു ഇൻവോയ്സ് അടിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇൻവോയ്സ് ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ, അതായത് ഒരു റിയൽ സപ്ലൈ നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രഥമ തെളിവാണ് ഈ പറയുന്ന ഇൻവോയ്സ് എന്ന് പറയുന്നത്. അത്
കാരണം ഒരു ടാക്സ് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഫേക്ക് ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന GSTയുടെ ചെയിൻ ബ്രേക്ക് ചെയ്യുന്നു എന്നാണ് കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തതിനെ ഫ്രോഡായി തന്നെ കാണും 132 വകുപ്പ് അനുസരിച്ച്. അപ്പോൾ ഒരു ഫ്രോഡുലൻ്റ് ആക്ട് ചെയ്തതായി ഒരു നിയമം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ചർച്ച നമ്മൾ ആരും ഇവിടെ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു എൻറ്റിറ്റി എനിക്ക് പണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ചാർട്ട് കൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ആ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാനൊരു സർവീസ് കൊടുത്തിട്ടാണ് അതിൻ്റെ കൂടെ ഒരു ഇൻവോയ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സർവീസ് കൊടുക്കാതെ ഒരു ഇൻവോയ്സ് ചെയ്യുകയാണെങ്കിൽ ആ ചെയ്യുന്നത് ഒരു ക്രിമിനൽ ഒഫൻസായി മാറും എന്നാണ് GSTയുടെ നിയമം പറയുന്നത്. അപ്പോൾ ഇവിടെ പല സ്ഥലങ്ങളിലും ഇൻവോയ്സ് ടാക്സ് അടച്ചു എന്നുള്ള പറയുന്നത് ഈ ഒരു കുറ്റകരമായ ഒരു ആക്ടിനെ ഒരു രീതിയിലും മാറ്റി നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഈ എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനി സർവീസ് കൊടുക്കാതെ ബില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നാച്ചുറലി ആ പറയുന്ന ഒരു ആക്ടിന് നിയമപ്രകാരം പണിഷ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എന്താ ഈ പണിഷ്മെൻ്റ്? 5 കോടിക്ക് മുകളിലാണെങ്കിൽ 5 വർഷം വരെ തടവാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ പല കണക്കുകൾ പലരും പറയുന്നുണ്ട്. SFIO പറയുന്ന കണക്കൊരു രീതിയിലുണ്ട്. പേഴ്സണലായിട്ട് വാങ്ങിച്ച പണം അതിൻ്റെ GST അടച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഏത് സർവീസ് ആണെങ്കിലും 20 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ GST അടയ്ക്കണമെന്നുണ്ട്. അപ്പോൾ 2 കോടിക്കും 5 കോടിക്കും ഇടയിലാണ് ഈ പറയുന്ന ഒരു എമൗണ്ട് ഇൻവോൾവ്. ഈ ഫ്രോഡുലൻ്റ് ആക്ട് എമൗണ്ട് ഇൻവോൾവ് 2നും 5നും ഇടയ്ക്കാണെങ്കിൽ അപ് ടു 3 years ആണ് ഇംപ്രിസൺമെൻറ്റ് പ്ലസ് ഫൈനും വരാം. പ്ലസ് ഇൻ അഡീഷൻ ആണ് പറയുന്നത്. 1 കോടിക്കും 2 കോടിക്കും ഇടയ്ക്ക് അപ് ടു 1 year. അപ്പോൾ ഈ പറയുന്ന നോൺ ബെയിലബിൾ ഒഫൻസ് ആയിട്ടാണ് അറസ്റ്റ് ക്യാൻ ബി ഓതറൈസ്ഡ് അണ്ടർ സെക്ഷൻ 69 ഓഫ് ദ GST. അപ്പം ഇത്രയും വളരെ ശക്തമായ ഒരു നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന എന്തുകൊണ്ട് ഇങ്ങനെയുള്ള നിയമങ്ങൾ ഇൻവോക്ക് ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയില്ല. അപ്പം GST നിയമം മാത്രം മതി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താ? നാച്ചുറലി ഇത് PMLAയുടെ ആക്ടിൽ മറ്റും വരും. അപ്പം GST പ്രകാരമുള്ള ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാച്ചുറലി ഇതൊരു മണി ലോണ്ടറിങ് ആക്ടിവിറ്റിക്ക് വേണ്ടി GST ഇൻവോയ്സ് യൂസ് ചെയ്തു എന്നുള്ള രീതിയിലായിരിക്കും ഇതിനെ കാണപ്പെടുക. അതുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് ഇതിനകത്ത് റെലവൻ്റ് ആയത്. അപ്പം കൈക്കൂലിയാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രാറ്റിഫിക്കേഷൻ ഉള്ള പണമാണോ, എന്തായാലും ഈ പറഞ്ഞ സർവീസിനല്ല എന്നുള്ളതാണ് അലിഗേഷൻ. അങ്ങനെയുള്ള അലിഗേഷൻ ഉള്ളപ്പോൾ നാച്ചുറലായിട്ട് ഇതൊരു അന്വേഷണം നടക്കുകയല്ലേ, അല്ലാതെ ആരും കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അപ്പോൾ എക്സാലോജിക്കിൻ്റെ സർവീസ് നടന്നോ ഇല്ലയോ എന്നുള്ളത് ആദ്യം നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം. സർവീസ് കൊടുത്തിട്ടില്ല എന്നുള്ള സെറ്റിൽമെൻറ്റ് കമ്മീഷനിൽ പോയ ഒരു സമയത്ത് സർവീസ് കിട്ടിയവരും കൊടുത്തവരും ഇത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പെനാൽറ്റി അടച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നാച്ചുറലി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെയുണ്ട്. ആ ക്വസ്റ്റ്യൻ മാർക്ക് അനുസരിച്ച് ഇനി ഓരോ സമയവും ഓരോ കുരുക്കായിട്ട് ഇതിൽ മാറില്ലേ എന്നുള്ളൊരു സംശയം ഉണ്ട്. അപ്പോൾ ടാക്സ് നിയമത്തിൻ്റെ വയലേഷൻ ഉൾപ്പെടെയുള്ള നിയമം PMLA, അതായത് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരമുള്ള ആ മണി ലോണ്ടറിങ് ആക്ട് ഇതിനകത്ത് വന്നതുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വരുന്നത്. അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇനിയും സമൻ ചെയ്യുമെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അവരുടെ അസറ്റ്സ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട്സ് മരവിപ്പിച്ചു എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇതൊന്നും അതിൻ്റെ ഒരു നിജസ്ഥിതി നമുക്കറിയില്ല. പക്ഷേ നമ്മൾ എല്ലാവരും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതൊരു അക്കാഡമിക് ഇൻട്രസ്റ്റും കൂടെ വെച്ചിട്ടാണ് ഞാൻ ഇത് നമ്മുടെ വ്യൂവേഴ്സിന് മനസ്സിലാകട്ടെ എന്ന് പറഞ്ഞത്. അപ്പം ഒരു ഫേക്കായിട്ടൊരു സർവീസോ ഗുഡ്സോ കൊടുക്കാതെ ഫേക്കായിട്ട് ഇൻവോയ്സ് കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ പഴയ കാലഘട്ടത്തിലുള്ള രീതികളാണ്. അതായത് കൈക്കൂലി വാങ്ങിക്കുമ്പോൾ ടാക്സ് അടച്ചാൽ മതി എന്ന് തോന്നുന്നത് തെറ്റായ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു രീതിയിലേക്ക് നമുക്ക് മണി ലോണ്ടർ ചെയ്യാനൊക്കില്ല. ആ മണി ലോണ്ടറിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഈ പറയുന്ന ഇൻകം ടാക്സ് മാത്രമല്ല, അപ്പം ഈ പണം കൊടുത്ത ആൾക്ക് ഇതിനെ ഒരു കിഴിവായിട്ട് കിട്ടില്ല.
പണം വാങ്ങിച്ച ആൾക്ക് ഇതിനകത്ത് GST അടച്ചു എന്ന് പറഞ്ഞിട്ട് മണി ലോണ്ടറിങ് ഇതിൽ നിന്ന് മാറാനൊക്കില്ല, GST ആക്ടിൽ നിന്ന് മാറാനൊക്കില്ല. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇന്നത്തെ ഒരു ഇക്കോ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് GST എന്ന് പറയുന്നത് വളരെ ലാഘവത്തോടെ കാണേണ്ട ഒരു നിയമമല്ല. താങ്ക് യു.